വിജയുടെ മകനും ജ്യോതികയുടെ മകളും ഒന്നിക്കുന്നു. ഖുഷി 2 വരാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് എസ്.ജെ. സൂര്യയുടെ മറുപടി. ജ്യോതികയും വിജയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എസ്.ജെ. സൂര്യ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമാണ് ഖുഷി. 2000 പുറത്തിറങ്ങിയ ചിത്രത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്നും ആഘോഷിക്കപ്പെടുന്ന തമിഴ് ചിത്രങ്ങളിലൊന്നാണ് ഖുഷി. ചിത്രത്തിലെ പാട്ടും വൻ ഹിറ്റായിരുന്നു. നടൻ കൂടിയായ എസ്.ജെ. സൂര്യയാണ് ചിത്രം സംവിധാനം ചെയ്തത് എന്നതും മലയാളികൾക്ക് കൗതുകമായി തോന്നിയ ഒന്നാണ്. വാലി എന്ന അജിത്ത് ചിത്രത്തിന് ശേഷം എസ്.ജെ. സൂര്യ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു ഖുഷി. ചിത്രം പിന്നീട് തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും എല്ലാം റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഖുഷിയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന തരത്തിൽ അടുത്തിടെ പല ഗോസിപ്പുകളും വന്നിരുന്നു. ജ്യോതിക അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഖുഷിയുടെ രണ്ടാം ഭാഗം എടുക്കാനുള്ള സാധ്യത ചിലരൊക്കെ നിരീക്ഷിച്ചു. എന്നാൽ വിജയ് ജനനായകൻ എന്ന ചിത്രത്തിലൂടെ അഭിനയം നിർത്തുന്നതിനാൽ ഖുഷിയുടെ രണ്ടാം ഭാഗം വരാനുള്ള സാധ്യത പൂർണ്ണമായും ബ്ലോക്കായ നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് മറ്റൊരു കാസ്റ്റിംഗ് തന്നെ ആരാധകർക്കിടയിലുണ്ട്. ആ കാസ്റ്റിംഗിനെ കുറിച്ച് എസ്.ജെ. സൂര്യയോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് വൈറലാവുന്നത്. എന്തുകൊണ്ട് വിജയുടെ മകൻ സഞ്ജയ് ജയ്സനെയും ജ്യോതികയുടെ മകൾ ദിയയും വെച്ച് ഖുഷിയുടെ രണ്ടാം ഭാഗം ചെയ്തുകൂടാ എന്നായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ എസ്.ജെ. സൂര്യയോട് ചോദിച്ച ചോദ്യം. ഇതിപ്പോൾ സിനിമയുടെ ഫുൾ കാസ്റ്റും നിങ്ങൾ തന്നെയാണല്ലോ എന്ന് ചോദിച്ച് സംവിധായകൻ മനോഹരമായി ഒന്ന് ചിരിച്ചു. അതിനുശേഷം അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാതെ മറുപടി നൽകി. ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു എസ്.ജെ. സൂര്യയുടെ മറുപടി. അച്ഛന്റെയും മുത്തച്ഛന്റെയും സിനിമാ പാരമ്പര്യം പിന്തുടർന്ന് സിനിമയിലേക്കെത്തിയ സഞ്ജയ് ജയ്സൺ പക്ഷേ അഭിനയത്തിലല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അടുത്തിടെ സൂര്യ ജ്യോതിക ദമ്പതികളുടെ മകൾ ദിയയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 17-കാരിയായ താരപുത്രി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യവും ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖുഷിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്.